ഹരിപ്രസാദ് ഉദ്ദേശിക്കുന്നെന്താ? സജീവ് നന്ദനയുടെ ഓഫീസിലെ മാനേജറാണ്, വിശ്വസ്തനുമാണ്. അയാൾക്ക് സജീവിനോട് പ്രത്യേകമായിട്ടൊരു കൺസിഡറേഷനും ഉണ്ട്. അക്കൗണ്ടന്റിന്റെ പോസ്റ്റിൽ നിന്ന് മാനേജരാക്കിയതിന്റെ കാരണം അതാണ്. മറ്റൊന്നുകൂടിയുണ്ട് ഹരി. നമ്മൾ തമ്മിൽ പരിചയത്തിന് ശേഷം മാഡം എനിക്ക് കൂടുതൽ പരിഗണന തരുന്നുണ്ട്. ഒരു മാനേജിംഗ് പാർട്ട്ണർ ഒരു മാനേജറോട് ഇടപെടുന്ന പോലെയല്ല എന്നോട് ഇടപെടുന്നത്. അത്യാവശ്യം ചില ഫാമിലി മാറ്റർ എന്നോട് സംസാരിക്കാറുണ്ട്. നാടകനടിയുടെ കാര്യത്തിൽ സജീവിന്റെ ഹെൽപ്പ് ചോദിച്ചത് അതുകൊണ്ടാ. എന്നാൽ നന്ദന സൂചിപ്പിച്ചതിലും സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതെന്താ? അയാളുടെ കുടുംബജീവിതത്തെ പറ്റിയാ. ശരിക്കും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഞാനത് സജീവമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു സുഹൃത്തിനപ്പുറമുള്ള ഒരാളായിട്ട് നിങ്ങളെ ഞാൻ കാണുന്നതുകൊണ്ടാണ്. ആ വിശ്വാസത്തിന് ഒരിക്കലും ഒരു പോറലേക്കില്ല ഹരി. കുറച്ച് സമയം കൊണ്ട് ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് ഹരിയും മേടത്തെയാ. അത് മറ്റൊന്നുമല്ല. നന്ദനയും ഉദയവർമ്മയും തമ്മിൽ ഫോർമലായുള്ളൊരു ബന്ധം മാത്രമേ ഉള്ളൂ. നന്ദന ഭാര്യയാണ്, ഉദയവർമ്മ ഭർത്താവാണ്. അത്രയേ ഉള്ളൂ. അവർക്കിടയിൽ ഒരു പരസ്പര ധാരണയുണ്ട്, പക്ഷെ പരസ്പര വിശ്വാസമില്ല. ലളിതമായിട്ട് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തുള്ളൊരു ജീവിതം. അതങ്ങനെ മുന്നോട്ട് പോകുന്നു. തനിക്ക് മറ്റൊരു ഭാര്യയും മകളും ഉണ്ടെന്ന് അയാൾ നന്ദനയോട് സമ്മതിച്ചതാണ്. അതൊരു വാശിയുടെ പേരിലുള്ള സമ്മതിക്കലാണെന്ന് നന്ദന കരുതുന്നു. അവകാശവാദവുമായി വന്ന സ്ത്രീ ഭാര്യയല്ലെന്ന് അയാൾ വിശ്വസിക്കുന്നു. എനിക്കും അത് തന്നെ തോന്നുന്നത്. പ്രതിഫലത്തിനു വേണ്ടി അഭിനയിക്കാൻ തയ്യാറായ ഒരു നടി മാത്രമാണ് അവര്. സ്റ്റേജിന് പകരം റിയൽ ലൈഫിൽ അഭിനയിക്കുന്നതേ ഉള്ളൂ. അപ്പോ ആ കുട്ടിയോ? അവിടെയാണ് സംശയം. ഉദയവർമ്മയെ അച്ഛനാണ് കുട്ടി വിളിച്ചത്. നിസ്സാര കാര്യത്തിന് പോലും ക്ഷോഭിക്കുന്നയാള് നിശബ്ദമായി ഇരുന്നതേ ഉള്ളൂ എന്നാണ് നന്ദന പറഞ്ഞത്. അത് സ്വന്തം മോളാണെന്നുള്ള നിലപാടിൽ തന്നെയാണോ ഇപ്പോഴും വർമ്മ സാർ ഉള്ളത്? അതെ. അവിടെയാണ് നന്ദന മറ്റൊരു നിലപാടെടുത്തിരിക്കുന്നത്. ഉദയവർമ്മ പറയുന്നത് പോലെ അതയാളുടെ മകളാണെങ്കിൽ ആ മനുഷ്യനോട് തുടർന്ന് ജീവിക്കാനാവില്ലെന്നാണ് നന്ദന പറയുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇനി ഒട്ടും താല്പര്യമില്ലെന്ന്. അങ്ങനെ വെറുതെ പറയുന്ന ഒരാളല്ല നന്ദന. നിയമപരമായി തന്നെ ബന്ധം വേർപെടുത്താനുള്ള വഴി നോക്കും. ഒരു കുട്ടിയുടെ പിതൃത്വത്തിന്റെ കാര്യമാണ്. എളുപ്പമല്ല സത്യം കണ്ടെത്തൽ. അല്ല, ഹരിനി എന്താ ചെയ്യാൻ പോകുന്നത്? ആദ്യം ആ കുട്ടിയെ കണ്ടെത്തണം. അത് ഉദയവർമ്മയുടെ മകളാണെന്ന് തെളിഞ്ഞ നന്ദനെ അറിയിക്കണം. അല്ലാതെന്താ? അല്ല, മകളല്ലെന്ന് ബോധ്യപ്പെട്ട നേരത്തെ അറിയിക്കോ? പിന്നെ മറച്ചു വയ്ക്കുന്നതിന് തീർച്ചയായിട്ടും പറയണം. അപ്പോ മേഡത്തിന്റെ ദാമ്പത്യ ബന്ധം തുടരും. ഇപ്പോഴുള്ള രസക്കേടുകളെല്ലാം മാറി അത് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്ന ഹരിക്ക് തോന്നുന്നുണ്ടോ? കൃത്യമായൊരു ഉത്തരം പറയാൻ കഴിയില്ല ഹരി. നമുക്ക് മാത്രമല്ല, നന്ദന മേഡത്തിനും കഴിയില്ല. ഹരിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. വർമ്മ സാറിന്റെ മകൾ തന്നെയാണ് ആ കുട്ടിയെന്ന് നന്ദന മേഡത്തെ അറിയിക്കണം. അതായത് അന്വേഷിച്ച് കണ്ടുപിടിച്ചതായി പറയണം. ഞാൻ അന്വേഷിച്ചില്ലല്ലോ. അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. മാഡത്തോട് പറയേണ്ട മാറ്ററാണ് ഞാൻ പറഞ്ഞത്. സംശയിക്കുന്ന വിവരം സത്യമാണെന്ന് മനസ്സിലായ മാഡം തീർച്ചയായും വിവാഹമോചനം നേടിയെടുക്കും. എപ്പോഴോ മുറിഞ്ഞുപോയൊരു ബന്ധത്തിന്റെ തുടർച്ച. സജീവ്, ഇതിൽ ചതിയുടെ വഞ്ചനയുടെ പ്രശ്നമൊന്നുമില്ല ഹരി. ഉണ്ട്. തനിക്കൊരു മോളുണ്ടെന്ന് ഭാര്യയോട് ഭർത്താവ് ഏറ്റു പറഞ്ഞല്ലേ, പിന്നെന്താ? അത് അവർക്കിടയിലെ പ്രശ്നം. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഇടപെടാതെ തന്നെ മേഡം സത്യം കണ്ടെത്തുകയും ഡിവോഴ്സ് നേടിയെന്നിരിക്കട്ടെ, എന്തായിരിക്കും ഹരിയുടെ നിലപാട്? നമ്മൾ മനസ്സിലൊന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പലതും സങ്കല്പിച്ചു കൂട്ടുക, അത് ശരിയാവില്ല. ഉദയവർമ്മ എനിക്ക് ആരുമല്ല. പക്ഷേ ആ മനുഷ്യനെ ഒറ്റിക്കൊടുത്തിട്ട് പറ്റില്ല സജീവ്. അത് അയാളുടെ കുട്ടി തന്നെയാണെങ്കിലോ? ആണോ അല്ലയോ എന്ന് അറിയട്ടെ, എന്നിട്ട് ആലോചിക്കാം പിന്നീടുള്ള കാര്യം. ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദന മേഡം ഇപ്പോഴും ഒരു സ്നേഹം സൂക്ഷിക്കുന്നുണ്ട്. ഹരിപ്രസാദും സൂക്ഷിക്കുന്നുണ്ട്, ഇല്ലേ? ഒരു വഴി മുന്നിൽ തെളിയെന്ന് തോന്നിയപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. അത്രയും വിചാരിച്ചാൽ മതി.
ഇവിടെ ആരുമില്ലേ? ഹലോ, ആരാ? മനസ്സിലായില്ല. ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? പറയാം. അങ്ങോട്ട് കയറിയിരുന്ന് സംസാരിക്കാലോ അല്ലേ? വാ. ഇരിക്ക്. അമ്മയില്ലേ? ഇല്ല. അപ്പൊ ഗായത്രി ഒറ്റയ്ക്കാണ്? എന്റെ പേരെങ്ങനെ അറിയാം? നിങ്ങളുടെ അമ്മ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അന്നേരം ഗായത്രി ഇല്ലായിരുന്നു. ഓ, അപ്പോ സാറാണ് ഇവിടെ വന്നിട്ട് പോയത്. അമ്മയെ സോപ്പിട്ട് എന്തൊക്കെയോ വിവരങ്ങൾ ചോർത്തിക്കൊണ്ടു പോയെന്ന് എനിക്ക് മനസ്സിലായി. അമ്മ ആളൊരു പാവമാ. മോള് അങ്ങനെയല്ലെന്നാണോ? ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചു. ഇയാളുടെ അമ്മ അതിന് മറുപടിയും പറഞ്ഞു. അല്ലാതെ ചോർത്തിക്കൊണ്ടു പോകലൊന്നും നടന്നിട്ടില്ല. എനിക്ക് ചില അത്യാവശ്യ വിവരങ്ങൾ അറിയണമായിരുന്നു. ബുദ്ധിമുട്ടിയാണ് ഈ വീട് ഞാൻ കണ്ടുപിടിച്ചത്. ഇങ്ങനൊരു ഒറ്റപ്പെട്ട സ്ഥലത്ത് താമസിക്കാൻ പേടിയാവില്ലേ? പേടിക്കാനൊക്കെ തുടങ്ങിയ പിന്നെ ജീവിക്കാൻ പറ്റുമോ സാറേ? അതും ശരിയാ. അല്ല, സാറ് വന്ന കാര്യം പറഞ്ഞില്ല. ഇപ്പോ നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നില്ലേ? നാടകത്തിനിപ്പോ പഴയ പോലെ ഡിമാൻഡൊന്നും ഇല്ല സാറേ. എല്ലാവർക്കും സീരിയൽ മതി. എങ്കിൽ പിന്നെ സീരിയൽ ശ്രമിച്ചൂടെ? അതും ഒരു അഭിനയമാണല്ലോ. TV സീരിയലിന്റെ ഷൂട്ടൊക്കെ കൂടുതലും തിരുവനന്തപുരത്താ. വീടൊക്കെ കളഞ്ഞിട്ട് അവിടെ പോയി നിൽക്കാൻ പ്രയാസമാ. പിന്നെ നമ്മളെന്നും പ്രോത്സാഹിപ്പിക്കാൻ ആരും ഇല്ല താനും. ഒരു വർക്കിന്റെ കാര്യം പറയാനാ ഞാൻ വന്നത്. അമ്മ അത് സൂചിപ്പിച്ചു കാണുമല്ലോ. ആ, ഞാൻ ഓർക്കുന്നില്ല. ഞാനൊരു ചെറിയ കുടുംബ പ്രശ്നത്തിലാ. സാറിന് സ്ഥലം മാറിപ്പോയെന്ന് തോന്നുന്നു. പ്രശ്നം പരിഹരിക്കാൻ ഇത് കുടുംബ കോടതിയല്ല. ഈ വാചാലതയാണ് എനിക്ക് ആവശ്യം. സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് മറന്നുപോയാലും സന്ദർഭത്തിനനുസരിച്ച് സ്വന്തമായിട്ട് പറഞ്ഞു നിൽക്കാനുള്ള കഴിവ്. സാറിന് തെറ്റി. സ്ക്രിപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നാടകക്കാര് പിന്നെ ഡയലോഗ് മറന്നു പോകുന്ന പ്രശ്നമില്ല. ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഏത് സംഭാഷണവും കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. അല്ല, നാടകം എവിടെയാണെന്ന് സാറ് പറഞ്ഞില്ല. പറയാം. എവിടെയാണെങ്കിലും വേണ്ടില്ല, എനിക്ക് നല്ല പൈസ കിട്ടണം. റിഹേഴ്സലിന് വരുമ്പോ TN തരണം. അതുപോലെ ഭക്ഷണവും താമസവും നല്ല നീറ്റായിരിക്കണം. കുടിസുമുറിയിലൊന്നും താമസിക്കാൻ പറ്റില്ല എന്ന് കരുതി AC റൂം വേണമെന്നൊന്നും ഞാൻ പറയില്ല. ഓക്കെ. ഗായത്രി ഒരു സ്റ്റേജിന് എത്ര രൂപയാ പ്രതിഫലം പ്രതീക്ഷിക്കുന്നത്? 2500. വില പേശലൊന്നുമില്ല, അത്രയും രൂപ കിട്ടണം. പിന്നെ വണ്ടിക്കൂലി വേറെ വേണം. എന്നാ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന ശമ്പളം പറയാം. 5000. കളിയാക്കുവാണോ സാറ്? കളിയല്ല, കാര്യം. ഒരു ദിവസത്തെ അഭിനയത്തിന് 5000 രൂപ വീതം തരും. ടാക്സി ചാർജ് വേറെ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അത്ര മോശമാവില്ല. പിന്നെ റിഹേഴ്സൽ, അതിന്റെ ആവശ്യം വേണ്ടി വരില്ല. അതെന്താ? സ്ക്രിപ്റ്റ് പഠിക്കാതെ എങ്ങനെയാ നാടകം സ്റ്റേജിൽ കളിക്കുന്നേ? ഇത് സ്റ്റേജിൽ കളിക്കാനുള്ള നാടകമല്ല ഗായത്രി, റിയൽ ലൈഫിലുള്ള നാടകം. യഥാർത്ഥ ജീവിതത്തിലാ നിങ്ങൾ അഭിനയിക്കേണ്ടത്. എനിക്ക് മനസ്സിലായില്ല. ഒരു കുടുംബ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, അതാണ് വിഷയം. എന്റെ ഭാര്യയായി ഗായത്രി ഒരാഴ്ച അഭിനയിക്കണം. 2 കുട്ടികളും വേണം. 2 കുട്ടികളോ? അതെ, നമ്മുടെ മക്കളായിട്ട് ആക്ട് ചെയ്യാൻ. അതൊന്നും ശരിയാവില്ല. അവർക്കുള്ള പൈസ വേറെ കൊടുക്കാം. 4-5 ദിവസത്തെ കാര്യമുള്ളൂ. 5000 വെച്ച് 5 ദിവസം കൊണ്ട് 25000 രൂപയാണ് കയ്യിൽ വന്ന് കയറാൻ പോകുന്നത്. എന്നാ അതിനനുസരിച്ചുള്ള ജോലിയില്ല താനും. കേസോ വഴക്കോ വല്ലതുണ്ടായാലോ? ഞാനില്ല സാറേ ആവശ്യമില്ലാത്ത പൊല്ലാപ്പിനൊന്നും. ഒരു കേസും ഉണ്ടാവില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും അത് എന്നെയല്ലേ ബാധിക്കുക. ഗായത്രിക്ക് പൊടിയും തട്ടി സ്ഥലം വിടാം. അഡ്രസ് പോലും വെളിപ്പെടുത്തണ്ട. വെറുതെ നല്ലൊരു തുക കയ്യിൽ വന്ന് കയറുന്ന കേസാ. എന്തായാലും നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്, അഭിനയിക്കാനും റെഡിയാണ്. കർട്ടനും സ്റ്റേജും ഇല്ലെന്നല്ലേ ഉള്ളൂ. നാടകത്തിൽ അഭിനയിക്കുമെങ്കിലും ഞാൻ ഇത്തരത്തിലുള്ള തട്ടിപ്പൊന്നും നടത്തിയിട്ടില്ല. ജീവിതത്തിൽ അഭിനയിച്ചിട്ടേ ഇല്ലെന്നാണോ? ഇല്ല. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഉദയവർമ്മ എന്നൊരു പാർട്ടിയുണ്ട്, നാടകത്തിന്റെ ആളാ. പുള്ളിക്കാരന്റെ ഭാര്യയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട്
ഒരിക്കൽ ഗായത്രി അയാളുടെ ഓഫീസിൽ ചെന്നിരുന്നു. ഉദയവർമ്മയുടെ ശരിക്കുള്ള ഭാര്യ അപ്പോഴവിടെ ഉണ്ടായിരുന്നു. അതറിഞ്ഞുകൊണ്ടാ ഗായത്രി പോയത്. അത് അഭിനയായിരുന്നില്ലേ? അതോ ഉദയവർമ്മ നിങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഗായത്രി അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. എന്നെ ഒരു വർമ്മയും കല്യാണം കഴിച്ചിട്ടില്ല. സാറിനോട് ഇതൊക്കെ ആര് പറഞ്ഞു? ഒരു കൂട്ടുകാരിൽ നിന്ന് അറിഞ്ഞതാ. ഏത് കൂട്ടുകാരൻ? അന്ന് ഓഫീസിലുണ്ടായിരുന്ന ആളാ. സത്യത്തില് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തിനാ? അത് പറ. സംശയിക്കണ്ട, ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ. അതിന്റെ പിന്നിൽ വേറൊരു ലക്ഷ്യവുമില്ല. ഗായത്രിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവായിരുന്ന പോരെ, അത് ഞാൻ ഏറ്റു. നിങ്ങളൊരു കലാകാരിയാണ്. നാടകത്തിൽ അഭിനയിക്കുന്നത് എന്തിനാ? കാശ് കിട്ടണം. അതിൻ്റെ കൂടെ ആളുകളെ രസിപ്പിക്കുകയും ചെയ്യണം. ഈ അഭിനയത്തിന് ഇരട്ടി പണമാണ് കിട്ടാൻ പോകുന്നത്. അഭിനയം കണ്ട് കൈയടിക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എനിക്കൊരു വലിയ സഹായമാണ്. ഉദയവർമ്മയുടെ മുമ്പിൽ ചെന്ന് പെരുമാറിയില്ലേ, അതുപോലെ അഭിനയിച്ചാൽ മതി. എന്താ, എന്നെ ഹെൽപ്പ് ചെയ്തൂടെ? ഞാനൊന്ന് ആലോചിക്കട്ടെ. നോ പറയരുത്. അഡ്വാൻസ് തരട്ടെ? ഇപ്പൊ വേണ്ട. 2 കുട്ടികളുടെ കാര്യം മറക്കല്ലേ. എന്റെ മക്കളാണെന്ന് പറഞ്ഞാൽ അവരെ ചൂണ്ടിക്കാണിക്കണം. പിള്ളേരൊക്കെ സംഘടിപ്പിക്കുന്ന ബുദ്ധിമുട്ടാ. അന്ന് കൂടെ ഉണ്ടായിരുന്ന മോൾ എവിടെ പോയി? ഏത് മോള്? അന്ന് ഉദയവർമ്മയെ കാണാൻ പോയപ്പോഴേ പുള്ളിക്കാരന്റെ മോളാണെന്ന്. ആദ്യം എന്റെ കാര്യം തീരുമാനിക്കട്ടെ. ഞാൻ വരണോ വേണ്ടിയോ എന്ന് തീരുമാനിച്ചിട്ട് മതിയല്ലോ ബാക്കി കാര്യം. ആ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോ നിങ്ങളുടെ അമ്മയും ദേഷ്യപ്പെട്ടു. എന്താ, അതിനെ ചൊല്ലി വല്ല പ്രശ്നമുണ്ടോ? സാറ് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വന്നതോ അതോ എന്റെ പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാക്കാൻ വന്നതോ? എനിക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നും ആരും ഇടപെടണ്ട. അല്ല, അന്ന് കൂടെ ഉണ്ടായിരുന്ന കുട്ടി. ദേ, പിന്നെ അവിടെ തന്നെ നിൽക്കുകയാണല്ലോ. അതെ, ഞാനൊരു അഭിനയത്തിനുമില്ല. സാറൊന്ന് സ്ഥലം വിട്ടെ. അയ്യോ, ഒഴിഞ്ഞു മാറില്ലേ ഗായത്രി. ഒരു ജീവിതം രക്ഷപ്പെടുന്ന കേസാ. പ്ലീസ്, എനിക്കൊരു ഓപ്ഷൻ ഇല്ലാത്തോണ്ടാ. നിങ്ങളൊരു കലാകാരിയല്ലേ. വേണമെങ്കിൽ മുഴുവൻ പണം ഇപ്പോഴേ തന്നേക്കാം. വേണ്ട. ദയവേത് പിന്മാറരുത്. എനിക്ക് ഒന്ന് ആലോചിക്കണം. ശരി, മറുപടി അനുകൂലമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എന്നാ ഞാൻ പോയിട്ട് വരാം. അല്ല, സാറിന്റെ പേര് പറഞ്ഞില്ല. ഹരിപ്രസാദ്. ഹരി നടക്കാൻ ഇറങ്ങിയതാ. സജീവനെ കൂടി വിളിക്കണേ മോനെ, വലിയ മടീനാ. ഞാൻ വിളിച്ചാ വരണ്ടേ? ഞാനന്ന് അമ്പലത്തിൽ പോയിട്ട് വരിക. നാളെ ഷഷ്ടിവ്രതമുണ്ട്. ഇന്ന് തന്നെ വഴിപാടിനുള്ള രസീത് എഴുതിച്ചു. അറിയാം, മുടങ്ങാതെ വ്രതം നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓരോ വിശ്വാസം മക്കൾക്ക് വേണ്ടിയാ. സജീവന്റെ അച്ഛൻ മരിച്ച പിന്നെയാ ഞാൻ ഏകാദശിയും ഷഷ്ടിയും നോക്കാൻ തുടങ്ങിയത്. ഇതുവരെ മുടക്കിയിട്ടില്ല. അതിൻ്റെതായ എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് ചോദിച്ചാ ദോഷമൊന്നുമില്ല. ഗുണമില്ലെന്ന് പറയാൻ പറ്റുമോ? മക്കളെ 2 പേരും പഠിത്തം പൂർത്തിയാക്കിയില്ലേ. സജീവിന് പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിലും ജോലിയുണ്ട്. ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. ഈശ്വരൻ കൈവിടില്ലെന്ന കുഞ്ഞെ വിശ്വാസം. നമ്മളായിട്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ആ, കാലിന്റെ വേദന നിശേഷം മാറിയെന്ന് തോന്നുന്നു. ആ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു അഭിപ്രായം പറഞ്ഞ ഹരിക്ക് വിഷമം തോന്നരുത്. സജീവന്റെ സ്ഥാനത്ത് മോനെ കാണുന്നുകൊണ്ട് പറയാ. ആമുഖം എന്തിനാ? ആന്റിക്ക് എന്നോട് എന്ത് തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. സജീവനോ ശ്രുതിക്കോ ഒരു ജലദോഷം വന്നു എന്നറിഞ്ഞ എനിക്ക് വിഷമാ. അസുഖം മാറുന്നതുവരെ പിന്നെ എനിക്ക് സമാധാനമേ ഇല്ല. എല്ലാമാരുടെ കാര്യം ഇങ്ങനെ തന്നെയാ. ആണല്ലോ.
രണ്ടു മക്കളുള്ള എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഒരേ ഒരു മകനുള്ള ഒരു അമ്മയുടെ കാര്യം എന്തായിരിക്കും എന്നൊന്ന് ഊഹിച്ചു നോക്കി. ഹരിപ്രസാദിന്റെ അമ്മയുടെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണ് അപകടം പറ്റിയിട്ട് ഇതുവരെ ഹരി ആ വിവരം വീട്ടിലൊന്ന് അറിയിച്ചോ? കാലിൽ ചെറിയൊരു പൊട്ടലുണ്ടായതല്ലേ ഉള്ളൂ എന്നായിരിക്കും സമാധാനം പറയുന്നത്. എന്തു ആയിക്കോട്ടെ, അമ്മയും അച്ഛനെ അറിയിക്കാതിരുന്നത് ശരിയായില്ലെന്നേ ഞാൻ പറയൂ. ആന്റിക്ക് അറിയാഞ്ഞിട്ടാ. അത്രയും കേട്ടാ മതി. അച്ഛനും അമ്മയും കൂടെ വീടും പൂട്ടിയും വരും. അതവരുടെ അവകാശമാ. വന്നാലെന്താ, രണ്ടുപേർക്കും കൂടി 1-2 ദിവസം താമസിക്കാനുള്ള സൗകര്യമൊക്കെ നമ്മുടെ വീട്ടിലില്ലേ? അവരെന്നെയും കൊണ്ട് നാട്ടിലേക്ക് പോകുക ആന്റി. നിസ്സാര കാര്യം മതി അമ്മയ്ക്ക് ടെൻഷനാവാൻ. അച്ഛനാണെങ്കിൽ പൊതുവെ ബഹളക്കാരനാ. ഇതൊക്കെ മുട്ടാത്തർക്കങ്ങളാ. വിവരം അറിയുമ്പോ ഒന്ന് ഭയപ്പെടും. പക്ഷെ ഹരിയെ വന്ന് കണ്ടു കഴിയുമ്പോ സമാധാനാവില്ലേ? അടുത്ത സെക്കൻഡ് സാറ്റർഡേയിൽ നാട്ടിൽ പോകുന്നുണ്ട് ഞാൻ. അപ്പൊ നേരിട്ട് പറയാം. തിരിച്ചു വരുമ്പോ അച്ഛനെയും അമ്മയും കൂടി വിളിച്ചോണ്ട് പോവാ. ഞങ്ങൾക്കൊന്ന് കാണാമല്ലോ. വീട് വിട്ടങ്ങനെ പുറത്തു പോകുന്ന പരിപാടി അമ്മയ്ക്കില്ല. ഞങ്ങൾ സാധാരണ വീട്ടമ്മമാരുടെ കാര്യം അങ്ങനെയാ ഹരി. വീട്, മക്കൾ, അതിനപ്പുറം ഒന്നുമില്ല. മറ്റൊരു കാര്യം കൂടി എനിക്ക് ഹരിയോട് പറയാനുണ്ട്. അതൊരാവശ്യമാണെന്ന് കൂട്ടിക്കോ. ആവശ്യം? ശ്രുതിയുടെ കാര്യ. ഉടനെ എവിടെയെങ്കിലും ജോലിക്ക് കയറണം എന്നുള്ള ശാഠ്യം കൊണ്ടിരിക്കുക പെണ്ണ്. വെളിയിൽ പോകുന്ന കാര്യം കൂടെ കൂടെ പറയും. ഒരു ജോലി കിട്ടുന്നത് നല്ല കാര്യമല്ലേ, പ്രത്യേകിച്ച് നഴ്സിംഗ് പഠിച്ച സ്ഥിതിക്ക്. അതൊക്കെ നിങ്ങളുടെ നോട്ടത്തിൽ. എന്റെ നോട്ടത്തിൽ ജോലി പോലെ അല്ലെങ്കിൽ ജോലിയേക്കാൾ പ്രധാനമാണ് ശ്രുതിയുടെ കല്യാണം. പക്ഷെ കല്യാണം എന്ന് കേട്ടാ പെണ്ണിന് കലിയ. അമ്പിനും വില്ലിനും അടുക്കുന്ന ലക്ഷണമില്ല. ഹരി അവളെയൊന്ന് ഉപദേശിക്കണം. ഞാനോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എന്നോട് ഉടക്കാൻ വരുന്ന പാർട്ടിയെ. അതൊക്കെ പുറമേ, ഉള്ളുകൊണ്ട് ഹരിപ്രസാദിനെ കുറിച്ച് ശ്രുതിക്ക് നല്ല മതിപ്പാ. ഹരിപ്രസാദ് പറഞ്ഞാൽ അവള് കേക്കും. കല്യാണം കഴിഞ്ഞും വേണമെങ്കിൽ ജോലിക്ക് പോകാലോ. എത്രയോ പെമ്പിള്ളേർ അങ്ങനെ പോകുന്നു. പറ്റിയ ആരെങ്കിലും മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടോ? ശ്രുതിക്ക് യോജിച്ചേതെങ്കിലും പയ്യൻ ആലോചനയിലുണ്ടോന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ആരുടെ ആലോചന വന്നിട്ടില്ല. സ്ഥിരം ഒരു ജോലി വേണം, നല്ല സ്വഭാവമായിരിക്കണം, കൊച്ചിനെ അന്തസ്സായിട്ട് നോക്കണം, പ്രാരാബ്ദമൊന്നും ഇല്ലാതിരിക്കണം. ഒരു ഉദാഹരണം പറയാലോ, ഹരിപ്രസാദിനെ പോലെ ഒരു പയ്യൻ. അതാ എൻ്റെ മനസ്സിൽ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ കേട്ടോ. എന്തായാലും മോൻ ശ്രുതിയോട് തഞ്ചത്തിലൊന്ന് സംസാരിക്കണം. എനിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യില്ലേ? എന്നാ മോൻ ചെല്ല്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സിനിമാ നടിയുടെ വീട് പോലും ഞാൻ അന്വേഷിച്ചു പോയിട്ടില്ല. ഇപ്പതേ നാടക നടിയെ കാണാൻ പോകുന്നു. വല്ലാത്തൊരു ഗതികേട് തന്നെ. ചേട്ടനും ചേട്ടത്തിയമ്മയും കൂടെ ഒപ്പിച്ചു തന്ന ഗതികേടെന്ന് പറ. കുന്നത്തൂർ കോവിലകത്തിന്റെ അന്തസ്സിന് ചേർന്ന യാത്രയല്ലേ ഇത്? നീ എന്തിനാ കോവിലകത്തിന്റെ അന്തസ്സിനെ പറ്റി ഇതിനിടയിൽ പറയുന്നത്? അത്രയ്ക്ക് പൊങ്ങച്ചായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്കും തറവാട്ടിന്റെ കാര്യത്തില്. ഞാനും ഒരു കോലത്തുനിന്ന് വന്നത് തന്നെ. പക്ഷേ യതിയേട്ടന്റെ അമ്മയുടെ ഭാവം കണ്ട കുന്നത്തൂര് മാത്രമേ കോവിലകായിട്ടുള്ളൂ എന്ന് തോന്നും. ഇതൊക്കെ മനസ്സിലോർത്ത് വെച്ചോണ്ട് എന്നോട് വരസാൻ വരികയാണോ നീ? ഞാനൊന്നിനുമില്ലേ. യതിയേട്ടൻ നേരെ നോക്കി വണ്ടി ഓടിക്കും. ഉള്ള കാര്യം പറയാലോ, ഉദയേട്ടന് നാടകം എന്ന് വെച്ച ജീവനാ. പക്ഷേ ഒരു നാടക നടിയുമായി മറ്റൊരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന സാധുവല്ലേ അദ്ദേഹം? അതല്ല, പുള്ളിക്കാരന്റെ സ്വഭാവത്തിന് അതങ്ങോട്ട് ഇണങ്ങുന്നില്ല. ബന്ധം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്ക്, എങ്കിലേ നമുക്ക് പ്രയോജനമുള്ളൂ. ഇത്രയും നാളായില്ലേ നീ ഉദയേട്ടനെ കണ്ടു തുടങ്ങിയിട്ട്? നിനക്ക് തോന്നുന്നുണ്ടോ ഉദയേട്ടന് ഇത്തരത്തിലുള്ള ഒരു രഹസ്യബന്ധം സൂക്ഷിക്കാൻ കഴിയുന്നു? അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നേ പുള്ളി അത് തുറന്നു പറഞ്ഞു. മിണ്ടാപ്പൂച്ചകളായിരുന്നു കലമുടക്കുന്നത്. മുമ്പ് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴെല്ലാം ഉദയേട്ടൻ ഒഴിഞ്ഞു മാറിയത് ഈ ബന്ധമുള്ളത് കൊണ്ടായിക്കൂടെ? എല്ലാവരും ചേർന്ന് നിർബന്ധിച്ച് നന്ദനെ കെട്ടിക്കായിരുന്നില്ലേ? അല്ലെങ്കിൽ കട്ട് തിന്നുന്നതിന് രുചി കൂടുമെന്നാ കേട്ടിട്ടുള്ളത്. അനുഭവിച്ചിട്ടുള്ളവർക്കല്ലേ അതറിയൂ. കൊള്ളിച്ച് വർത്താനം പറയല്ലേ ഏരിയേട്ടാ. ടൂറിസ്റ്റ് ഹോമിലെയും ടെക്സ്റ്റൈൽസിലെയും ഒക്കെ പെൺകുട്ടികളോട് നിങ്ങൾ എങ്ങനെ ഇടപെടുന്നതെന്ന് എനിക്കും കുറച്ചൊക്കെ അറിയാം.
എന്തറിയാന്നോ നിനക്ക്? അതൊക്കെ അറിയാം. എന്നാ പറ. അതറിയാനാണോ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? നാടകക്കാരിയോ ഡാൻസുകാരിയോ ആരാന്ന് വെച്ചാൽ കണ്ടുപിടിക്കണ്ടേ? അതെ, നാടക നടിയുടെ അടുത്ത് എന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് അറിയാലോ. വീട്ടിൽ വെച്ചൊരു റിഹേഴ്സൽ എടുത്തതല്ലേ? ഒന്നും വിട്ടുപോവരുത്. അതിനല്ലേ നിന്നെ കൂടി അങ്ങനെ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോകുന്നതോ? നിങ്ങളെ ഒറ്റയ്ക്ക് വിടാതെ ഞാനും കൂടെ വരികയായിരുന്നു എന്ന് പറ. ദേ കാർത്തികൻ, വല്ലാതങ്ങ് ചൊറിയല്ലേ നീ. Yeah.